GM കോമേഴ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഒരു ട്രയൽ ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആ ട്രയൽ ബാലൻസിലെ ബാലൻസസ് എടുത്ത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. അതായത് കച്ചവട കണക്ക്, സാധനങ്ങൾ വാങ്ങി വിറ്റതിലുള്ള ലാഭവും നഷ്ടം അറിയാനായിട്ട്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. അതായത് നമുക്ക് കിട്ടിയ മൊത്ത ആദായത്തിൽ നിന്ന് നമ്മൾ ചെലവുകളും എല്ലാം കുറയ്ക്കുന്നു, വരവുകളെല്ലാം കൂട്ടുന്നു. അതായത് നോമിനൽ അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് അല്ല നമ്മൾ ചിലവുകളാണെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും, വരവുകളാണെന്നുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും പോസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറ്റാദായം കിട്ടും, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് കച്ചവട ലാഭം എത്ര കിട്ടി, അല്ലെങ്കിൽ നഷ്ടം എത്ര വന്നു, ഇനി ബിസിനസ്സിലെ നെറ്റ് പ്രോഫിറ്റ് അല്ലെ അറ്റ ആദായം എത്ര കിട്ടി, അല്ലെങ്കിൽ എത്ര നഷ്ടം വന്നു എന്നുള്ളതാണ് ഈ രണ്ട് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, ഇതെല്ലാം ഒരേ ഡേറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് ട്രയൽ ബാലൻസ് ഏത് ഡേറ്റിലാണല്ലോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അതേ ഡേറ്റിൽ തന്നെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ഇനി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഈ ഡേറ്റ് എല്ലാം ഒന്നായിരിക്കും. ഈ ഒരു ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ആ ബിസിനസ്സിൽ നമുക്ക് ഏതൊക്കെ അസറ്റുകളുണ്ട്, അല്ലെങ്കിൽ സ്വത്തുക്കൾ ഏതൊക്കെയാണ്, ഇനി ഏതൊക്കെ ബാധ്യതകളുണ്ടെന്നാണ്. അപ്പം സ്വത്തുക്കളും ബാധ്യതകളും തുല്യമായിട്ടായിരിക്കും വരുന്നത്. ഇനി സ്വത്തുക്കൾ ഏതാണെന്ന് നോക്കാം. അതായത് ഒന്ന്, ക്യാഷ് ഇൻ ഹാൻഡ്, കയ്യിലുള്ള പണം നമ്മുടെ സ്വത്താണ്. ഇനി അതുപോലെ തന്നെ ക്യാഷ് അറ്റ് ബാങ്ക്, അത് നമ്മുടെ സ്വത്താണ്. അപ്പോൾ ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ് 250 ഉണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക് 3450 ഉണ്ട്. ഇനി അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതായത് നമ്മൾ മറ്റു പല ബാങ്കിലും അതുപോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ എന്തെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് 3000 ഉണ്ട് ഇവിടെ. ഇനി സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടം കൊടുത്ത ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് തരാനുള്ളവരെയാണ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 10 പേർക്ക് നമ്മൾ കടം കൊടുത്തെന്ന് വിചാരിക്കും. 10 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ സൺട്രി എന്ന് പറഞ്ഞാൽ പല വകയെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഇവിടെ 10 പേർക്കല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്, 10 പേർക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ടോട്ടൽ എമൗണ്ടാണ് ഇവിടെ എഴുതേണ്ടത്. സൺട്രി ഡെറ്റേഴ്സ് എന്നാണ് അതിൻ്റെ ശരി. പക്ഷെ സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലതരത്തിൽ പലർക്ക് കൊടുത്തിട്ടുണ്ട്, അവരുടെ എല്ലാവരുടെയും കൂടെ കൂടിയുള്ള തുകയാണ് 21,000. ഇനി ബിൽസ് റിസീവബിൾ, നമ്മൾ സാധനങ്ങൾ കടം കൊടുക്കുമ്പോൾ ഈ സൺട്രി ഡെറ്റേഴ്സിനാണ് കടം കൊടുക്കുന്നത്. സാധനങ്ങൾ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അതിന് പകരം ഈ ഒരു രേഖകൾ മേടിക്കും. അതായത് ഇവിടെ നമ്മൾ മേടിച്ചിരിക്കുന്നത് അതിനെ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടാനുള്ള കാശ് 3500 ഉണ്ട്. അതായത് സൺട്രി ബിൽസ് റിസീവബിൾ ഇനി നമുക്ക് 3500 രൂപ കിട്ടാനുണ്ട്. ബാക്കിയുള്ള സൺട്രി ഡെറ്റേഴ്സ് 21,000 ഉണ്ട്. അതിൽ ഇനി അതുപോലെ തന്നെ കുറേ നമുക്ക് കിട്ടിയായിരുന്നു. അതിൽ കിട്ടാനുള്ളത് 3500 കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് കടം കൊടുത്തത് കിട്ടാനുള്ളതെല്ലാം രേഖ മേടിച്ചാണ് നമ്മൾ. അതുപോലെ തന്നെ ക്ലോസിങ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ, നമ്മൾ ഏത് ഡേറ്റിലാണോ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് അന്ന് നമുക്ക് സ്റ്റോക്ക് വേണം. ഈ ക്ലോസിങ് സ്റ്റോക്ക് നമ്മുടെ സ്വത്താണ്, നമ്മുടെ കയ്യിലിരിക്കുന്നതാണ്. ഈ ക്ലോസിങ് സ്റ്റോക്കാണ് അടുത്ത ദിവസം നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് വരുന്നത്. ഈ ക്ലോസിങ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു മെത്തേഡുണ്ട്. അതായത് മാർക്കറ്റ് പ്രൈസ് ഓർ കോസ്റ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ എന്നാണ് അതിൻ്റെ പ്രമാണം. അതായത് നമ്മുടെ കയ്യിലിപ്പോൾ ഒരു 10,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ 10,000 രൂപ കൊടുത്ത് മേടിച്ചതാണ്. ഇപ്പം ആ 10,000 രൂപയുടെ സാധനം നമ്മൾ വിറ്റാൽ ഇപ്പം മാർക്കറ്റ് വില അനുസരിച്ച് 15,000 രൂപയുണ്ട്. അപ്പോൾ നമുക്ക് കൂടിയ വിലയല്ലേ കിട്ടുന്നത്. അപ്പോൾ 15,000 രൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് വില, ഇപ്പം നമ്മൾ വാങ്ങിച്ച 17,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വാങ്ങിയ വിലയാണോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയാണോ, ഏതാണ് കുറവ്, അത് വേണം എടുക്കാനായിട്ട്. ഇവിടെ മാർക്കറ്റ് വില 15,000 ഉണ്ട്, പക്ഷേ ഇപ്പോൾ നമ്മൾ വിറ്റ 15,000 കിട്ടും. പക്ഷെ നമുക്ക് നമ്മുടെ 7,000 രൂപയ്ക്കാണ് മേടിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ 7,000 എഴുതണം. അതായത് മാർക്കറ്റ് പ്രൈസ് ഓർ കോസ്റ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ യഥാർത്ഥ വില ഇവിടെ 7,000 ഉള്ളൂ, പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ ആ സാധനം 15,000 രൂപ വിലയുണ്ട്. അപ്പോൾ നമുക്ക് ഈ 7,000 എടുക്കാവുള്ളൂ, കുറഞ്ഞ വില. അതാണ് ഒരു പൊതുതത്വമാണ്, അത് മനസ്സിലാക്കിക്കൂടുക. ഇനി ലോൺസ് ടു കുമാർ എന്നാണ് പറയുന്നത്. കുമാർ എന്ന് പറയുന്ന ആളിന് നമ്മളൊരു
5,000 കടം കൊടുത്തു. അപ്പോൾ നമ്മുടെ സ്വത്തല്ലേ, നമുക്ക് തിരിച്ചു കിട്ടിയല്ലേ. ദെൻ മെഷീനറി നമ്മുടെ സ്വത്താണ്. നമ്മുടെ കയ്യിലിരുന്ന മൂലധനമൊക്കെ വെച്ച് നമ്മൾ മെഷീനറി മേടിച്ചു. അതൊരു 3,500 ഉണ്ട്. ഇനി ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് 7,500 ഉണ്ട്. ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസിലുള്ള ഉപകരണങ്ങൾ, അതുപോലെ തന്നെ ഫിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ TV, ഫാന്, റേഡിയോ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസിനൊക്കെയാണ് നമ്മൾ ഫിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ലൈറ്റ്, ഫാന്, TV, റേഡിയോ ഇങ്ങനെയുള്ള ഫിക്സ്ചേഴ്സ്. അതായത് ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങളും അതിനനുബന്ധിച്ചുള്ള മറ്റ് കാര്യങ്ങളും. ഇനി പ്രിമിസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്, അത് 50,000 രൂപയ്ക്കുണ്ട്. ഇതെല്ലാം നമ്മുടെ സ്വത്തുക്കളാണ്. ഇത് എഴുതുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ പെട്ടെന്ന് ക്യാഷ് ആകുന്ന സൈസുകൾ വേണം ആദ്യം എഴുതാൻ. ഉദാഹരണത്തിന് കയ്യിലുള്ള ക്യാഷ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൈകാര്യം ചെയ്യാം. ബാങ്കിലുള്ള ക്യാഷ് നമ്മൾ ബാങ്കിൽ പോയി എടുത്തുകൊണ്ട് വന്നേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രിഫറൻസ് കയ്യിലുള്ള ക്യാഷിന് കൊടുക്കണം. രണ്ടാമത് ബാങ്കിൽ കിടക്കുന്ന ക്യാഷിനാണ് രണ്ടാം സ്ഥാനം കൊടുക്കുക. ഇനി മൂന്നാം സ്ഥാനം നമ്മൾ പല ബാങ്കുകളിലൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ അത് മൂന്നാം സ്ഥാനം. സൺഡേ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇനി കിട്ടാനുള്ളവരിൽ നിന്ന് നമ്മൾ മേടിച്ചെടുക്കാം. ഇനി അതുപോലെ തന്നെ ബിൽസ് റിസീവ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാലാവധി കഴിയാതെ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പണമാക്കി മാറ്റാൻ കഴിയുന്ന സാധനങ്ങൾ വേണം മുൻഗണനാ ക്രമത്തിൽ എഴുതാൻ. ഇതൊരു പൊതു തത്വം എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി നമുക്ക് ലയബിലിറ്റീസ് എന്താണെന്ന് നോക്കാം. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധ്യതകൾ. ഇതെല്ലാം നമ്മുടെ സ്വത്തുക്കളാണ്. അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വത്തുക്കളാണ്. ഇത് നമ്മുടെ ബാധ്യതകളാണ്. നമ്മൾ ആർക്കൊക്കെ കൊടുക്കാനുണ്ട്. ഒന്ന്, ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ കടം വാങ്ങിച്ചവരുടെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടം കൊടുത്തേക്കുന്നത്. നമ്മൾ കടം മേടിച്ചിരിക്കുന്നവർ ഒരു 4 പേരുണ്ട്. അപ്പോൾ അവർ ആ 4 പേരുടെയും കൂടി ടോട്ടൽ എമൗണ്ടാണ് ഈ 14,800. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പലരായിട്ട് നമുക്ക് തരാനുള്ളത് സൺട്രി ക്രെഡിറ്റേഴ്സ്. ഇനി അതുപോലെ തന്നെ ബിൽസ് പേയബിൾ. നമ്മൾ കടം മേടിക്കുമ്പോൾ നമ്മൾ അവർക്കൊരു രേഖ കൊടുക്കും. അതിനാണ് ബിൽസ് പേയബിൾ. ഈ BP എന്നുണ്ടാക്കുന്നത് ബിൽസ് പേയബിൾ എന്നാണ് അതിൻ്റെ അർത്ഥം. കടം കൊടുക്കാനുള്ളവർക്ക് നമ്മൾ കൊടുത്ത രേഖകൾ. അതായത് നമ്മൾ കടം മേടിച്ചവരുടെ 14,800 ഉണ്ട്. ഇനി വേറെ പലർക്കും നമ്മൾ അതിന് രേഖകൾ കൊടുത്തിട്ടുണ്ട്. ബിൽസ് പേയബിൾ എന്ന് പറയാം. ബിൽസ് പേയബിൾ നമ്മുടെ കിട്ടിയാൽ നമ്മൾ ഈ 13,500 രൂപ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ബിൽസ് പേയബിളുമായിട്ട് ബാധ്യത തീരുള്ളൂ. ഇനി അടുത്തത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് 40,000 രൂപയാണ്. ഈ 40,000 രൂപ ഈ ബിസിനസ്സിൻ്റെ ഓണർ ഇങ്ങോട്ട് തന്നതാണ്. 40,000 രൂപ നമുക്ക് കച്ചവടത്തിന് തന്നതാണ്. 40,000 രൂപ ക്യാപിറ്റൽ ഇട്ടിട്ടാണ് അതിൽ കച്ചവടം തുടങ്ങിയത്. ഇനി അതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടി. പ്രോഫിറ്റ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 39,900 രൂപയാണ്. അപ്പോൾ 40,000 രൂപ മുടക്കി നമ്മൾ ബിസിനസ് തുടങ്ങിയപ്പോൾ നമുക്ക് ലാഭം 39,900 കിട്ടി. അപ്പം നമ്മുടെ മൂലധനം എത്രയായിട്ട് മാറി? 40,000, 39,000, 79,000 രൂപയായിട്ട് മാറി, അല്ലേ? അപ്പോൾ 40,000 രൂപ മുടക്കി നമ്മൾ ബിസിനസ് ചെയ്തു, നമുക്ക് ലാഭം 39,900 കിട്ടി. അങ്ങനെ 79,900 രൂപ നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഡ്രോയിങ്സ് ഉണ്ട്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ഓണറാണ് നമുക്ക് 40,000 രൂപ ക്യാപിറ്റൽ തന്നേക്കുന്നത്. അപ്പോൾ മൂലധനം തന്നിരിക്കുന്ന ഓണർ അയാളുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ വേണം രേഖപ്പെടുത്താനായിട്ട്. നമുക്ക് ക്യാപിറ്റൽ എത്രയുണ്ടെന്ന് നോക്കി. അപ്പോൾ നമുക്കറിയാം 40,000 ഉണ്ട്. പ്രോഫിറ്റ് എത്രയുണ്ട്? 39,900 ഉണ്ട്. അപ്പോൾ 79,900 ഇപ്പം ബിസിനസ്സിലുണ്ട്. അത് നമുക്ക് കൊടുക്കാനുണ്ട്. ഇനി അതിൽ നിന്ന് 3,000 രൂപ ഓണർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കൊടുത്താൽ പോരെ. അപ്പോൾ 76,900 ബാക്കിയുണ്ട്. അപ്പോൾ ഇവിടെ ഈ ബാധ്യത എന്ന് പറയുന്നത് 1,04,200 അസറ്റ് സ്വത്തുക്കളും ഈ 1,04,200. ഇത് ബാലൻസ് ഷീറ്റിൻ്റെ ഒരു മോഡൽ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതും ഈ ബാലൻസുകളെല്ലാം ട്രയൽ ബാലൻസിൽ നിന്നും അതുപോലെ തന്നെ ജേർണൽ പ്രോപ്പർ എന്ന ബുക്കിൽ നിന്നുമാണ് എടുക്കുന്നത്. അപ്പോൾ ജേർണൽ പ്രോപ്പർ എന്നുള്ള ബുക്കിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ, അതായത് കൊടുക്കാനുണ്ട്, കൊടുത്തില്ല, കിട്ടാനുണ്ട്, കിട്ടിയില്ല, ഇങ്ങനെയുള്ള ഐറ്റംസ്, അതുപോലെ തന്നെ മുൻപേർ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഈ ജേർണൽ പ്രോപ്പറിലാണ് എഴുതി വെക്കുന്നത്. അതായത് ജേർണൽ പ്രോപ്പറിൽ നമ്മൾ അഡ്ജസ്റ്റിങ് എൻട്രീസ് ആണ് എഴുതി വെക്കുന്നതെന്ന് അർത്ഥം. ഒറ്റ ജേർണലിലുള്ളെങ്കിൽ ഇതെല്ലാം നമുക്ക് ഒറ്റ ജേർണൽ എന്ന് പറയുന്ന ബുക്കിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ജേർണൽ എന്ന് പറയുന്ന ഒരു ബുക്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യും. അത് എന്നിട്ട് റെക്കോർഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും. ലെഡ്ജറിൽ നിന്ന് അത്
ലെഡ്ജർ ക്ലോസ് ബാലൻസ് ചെയ്തിട്ട് നമ്മൾ ട്രയൽ ബാലൻസ് എടുക്കും. ട്രയൽ ബാലൻസിൽ കിട്ടുന്ന എമൗണ്ട് കൊണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കും. കഴിഞ്ഞ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കും. അതുകൊണ്ട് ബാലൻസ് ഷീറ്റ് എടുക്കും. അപ്പോൾ ഇതിനെയെല്ലാം ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇനി പറയുന്ന 3 ഐറ്റംസിനെയാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫൈനൽ അക്കൗണ്ട് എല്ലാം ഒറ്റ ഡേറ്റിലായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ട്രയൽ ബാലൻസ് എടുക്കുന്ന അതേ ഡേറ്റിലായിരിക്കും ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുന്നത്, ബാലൻസ് ഷീറ്റ് എടുക്കുന്നത്. ഇനി നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കി ഇത് എടുത്തോളൂ. ഇതിപ്പോൾ ഞാൻ ഒരു ഉദാഹരണം ഇങ്ങനെ കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഇനി ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ടൻസിലുള്ളത്. അപ്പോൾ അക്കൗണ്ടൻസിയുടെ A to Z കാര്യങ്ങൾ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് അഡ്ജസ്റ്റ്മെൻറ്റുകളെ പറ്റി പഠിക്കണം. അതായത് നമുക്ക് തെറ്റ് വന്നാൽ എങ്ങനെ തിരുത്തണം. ഇപ്പോൾ നമ്മൾ ഈ അക്കൗണ്ടിങ് ബുക്കിലൊക്കെ നമ്മൾ തെറ്റായി എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെട്ടിത്തിരുത്താനോ മായ്ക്കാനോ ഒന്നും പറ്റില്ല. അതിന് പകരം അതിൻ്റെ റിവേഴ്സ് എൻട്രി ഇട്ട് കറക്റ്റ് ചെയ്യണം. അപ്പോൾ തെറ്റുകൾ എങ്ങനെ തിരുത്താം. ഇനി അതുപോലെ തന്നെ നമുക്ക് കിട്ടാക്കടം ഉണ്ടെങ്കിൽ അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി തേയ്മാനം, കെട്ടിടവും മെഷീനറിയൊക്കെ തേയ്മാനം വരും, അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. അതൊക്കെ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഈ ഫൈനൽ അക്കൗണ്ട് വരെ എല്ലാവർക്കും ഒരു ഏകദേശ രൂപം കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പം ഏത് സ്ഥാപനമാണെങ്കിലും ആ സ്ഥാപനം എല്ലാം ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. 4 സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അതായത് ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇനി ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ചില കേസിൽ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റായിട്ട് കാണിക്കും. അതായത് ട്രേഡിംഗ് അക്കൗണ്ട് എഴുതിയ അക്കൗണ്ടിനോട് തുടർച്ചയായിട്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുകൾ കാണിക്കും. അത് ഏത് തരത്തിലുള്ള ബിസിനസ്സാണോ നമ്മൾ കൈകാര്യം ചെയ്യുന്നു അതിൻ്റെ കണക്ക് എങ്ങനെയാണോ എഴുതുന്നതിനനുസരിച്ച് ഇരിക്കും ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് തന്നെയാണ് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുന്നത്. അതായത് ഒന്നുകൂടെ പറയാം, ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അത് ജേർണലിൽ എഴുതി വെക്കും, ഡെബിറ്റും ക്രെഡിറ്റും. എന്നിട്ട് ആ ഡെബിറ്റും ക്രെഡിറ്റും ലെഡ്ജർ എന്ന് പറയുന്ന വേറൊരു ബുക്കിലേക്ക് പ്രത്യേകം എഴുതി വെക്കുന്നു. ഡെബിറ്റ് ആസ്പെക്റ്റ് പ്രത്യേക അക്കൗണ്ടായി കാണിക്കുന്നു, ക്രെഡിറ്റ് ആസ്പെക്റ്റ് പ്രത്യേക അക്കൗണ്ടായി കാണിക്കുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ദിവസത്തെ ട്രാൻസാക്ഷൻസ് ജേർണലിൽ എഴുതിയിട്ട് അതേ ദിവസം തന്നെ നമ്മൾ ലെഡ്ജറിലേക്കും പോസ്റ്റ് ചെയ്യണം. ലെഡ്ജറിലേക്ക് അതാത് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം. എന്നെങ്കിൽ അങ്ങനെ ഓരോ ദിവസവും ചെയ്തിരിക്കണം. അത് കഴിഞ്ഞ് മാനേജ്മെൻറ്റിന് ആവശ്യപ്പെടുന്ന സമയത്ത്, അതായത് മാസത്തിലൊരിക്കലോ 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ 9 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ ഒക്കെ നമ്മൾ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്ത് ബാലൻസ് ചെയ്യണം. എന്നിട്ട് ബാലൻസിങ് ഫിഗർ എടുത്താണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. ഇനി ഈ ഓരോ അക്കൗണ്ടും എഴുതുന്നതിന് ചില പ്രത്യേകതകളുണ്ട്. അതായത് അക്കൗണ്ടുകളെല്ലാം ഇങ്ങനെ എഴുതുന്നുണ്ടെങ്കിലും പലതരത്തിലുള്ള അക്കൗണ്ടിങ് രീതികളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഒരു വ്യക്തി തന്നെ നടത്തുന്ന ബിസിനസ്സിനെ ആണെങ്കിൽ നമ്മളതിനെ സോൾ ട്രേഡർ ബിസിനസ് എന്ന് പറയും. ഇനി ചില ജീവകാരുണ്യ പ്രവർത്തന സംഘടനകൾ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് അവർ വരവും ചെലവും ഒക്കെ അവർക്കുണ്ട്. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ലാഭം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അവർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഇതിൽ ചെയ്യുന്നു. അത് അവർ എഴുതി വെക്കുന്ന അക്കൗണ്ടിന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ വേറെ ഒരു ചാരിറ്റബിൾ സംഘടനകളുണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടുണ്ട്. അതിനെയാണ് നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടുണ്ട്. 2 അതിലധികം പേര്, മാക്സിമം 20 പേര് വരെ. അത്രയും ആളുകൾ കൂടി ചെയ്യുന്ന ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിന് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്നാണ് പറയുന്നത്. അത് പാർട്ട്ണർഷിപ്പിൻ്റെ അക്കൗണ്ടുകൾ എഴുതാനായിട്ട് പ്രത്യേക രീതികളുണ്ട്. ഇനി കമ്പനിയാണെങ്കിൽ കമ്പനിയുടെ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള പ്രത്യേക രീതിയുണ്ട്. ഇനി ഇലക്ട്രിക്കൽ കമ്പനിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അക്കൗണ്ടുകൾ പ്രത്യേക രീതി ചെയ്യുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ എഴുതാനായിട്ട് ചില പ്രത്യേകതകളുണ്ട്. ഇൻഷുറൻസ് കമ്പനി അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ചില പ്രത്യേകതകളുണ്ട്. ഇങ്ങനെ ആ ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് അതിൻ്റെ രീതികളും നമ്മൾ മാറ്റും. പക്ഷേ ഈ എല്ലാ ബിസിനസ്സുകളും ഉപയോഗിക്കുന്നത് ഇത്ര ഐറ്റംസൊക്കെയാണ്. അതായത് ജേർണലുണ്ട്, ലെഡ്ജറുണ്ട്, ട്രയൽ ബാലൻസ് ഉണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ട്. ഇത് ഏത് തരത്തിൽ കണക്ക് എഴുതിയാലും അവസാനം ഇതിൽ വന്ന് തീരുകയുള്ളൂ. അത്രയും കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഈ GM കോമേഴ്സിൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും, GM കോമേഴ്സ് എന്ന് പറഞ്ഞാൽ ജോർജ് മാത്യു എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഇതിൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
ഇനി അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകങ്ങളൊക്കെ നോക്കി ഇതെന്താണെന്നൊക്കെ മനസ്സിലാക്കുക. ഇനി വീണ്ടും നമുക്ക് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റുകളെ പറ്റിയാണ് ഇനി പഠിക്കാനുള്ളത്. ഇതൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്കൊരു നല്ല അക്കൗണ്ടൻ്റ് ആകാനായിട്ട് സാധിക്കുള്ളൂ. ഒരു അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഈ കാര്യങ്ങളെ പറ്റിയെല്ലാം നമ്മൾ തിയറി മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മൾ ചെയ്ത് പഠിക്കണം, അത് വർക്കൗട്ട് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകങ്ങളെല്ലാം നിങ്ങൾ നോക്കി അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഇനി എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നൽകുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.